ദേവി ദാമ ദേ കേശവ, അവര് വന്നു. വാ. എന്റെ മോനെ, എത്ര കാലമായിടാ നിന്നെ ഒന്ന് കണ്ടിട്ട്. എന്തുവാടാ ഇത്? പാറി പറന്ന മുടിയും അവന്റെ ഒരു വേഷവും. എന്തൊക്കെയാ മോൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നറിയോ? അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ചെന്നാ സാധനങ്ങളൊക്കെ എടുക്ക. മോനെ, നിനക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ഒക്കെ മുത്തശ്ശി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ മുത്തശ്ശി? അതൊന്നും ഞാൻ പറയില്ല. ഞാൻ ഓരോന്നായിട്ടങ്ങ് തരും. മോനങ്ങ് കഴിച്ചാ മാത്രം മതി. മക്കൾ വാ വാ വാ. ആദ്യം കുപ്പായൊക്കെ മാറി കുളിച്ച് മിടുക്കനായിട്ട് വാ. അധർമ്മം കാട്ടിയും അന്യന്റെ സ്വത്ത് ആഗ്രഹിച്ചും ജീവിക്കുന്ന ദുഷ്ടന്മാരെ ഭഗവാൻ വാനോളം വളർത്തിയിട്ടേ നശിപ്പിക്കൂ. രാക്ഷസ രാജാവായ രാവണനെ ഒടുവിൽ ഭഗവാൻ നിഗ്രഹിച്ചില്ലേ? അതെ, നീ കഥ കേൾക്കുന്നോ അതോ മൊബൈലിൽ കളിക്കുന്നോ? കഥയും കേട്ട് കളിക്കുക. അമ്മേ, ഇവനിനി കുറച്ചു ദിവസം അമ്മയുടെ കൂടെ കാണും. അപ്പൊ നിങ്ങളോ? അമ്മേ, വളരെ നേരത്തെ പ്ലാൻ ചെയ്തതാ. എല്ലാവരും ഭാര്യമാരായിട്ടാ വരുന്നത്. പേര് ടൂർ എന്നാണെങ്കിലും എല്ലാ ദിവസവും ഒഫീഷ്യൽ മീറ്റിംഗ്സ് ഉണ്ടാവും. അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ല അമ്മേ. ഞങ്ങൾ രാവിലെ തന്നെ പോകും. മാക്സിമം ഒരാഴ്ച, അതിനുള്ളിൽ ഞങ്ങൾ ഇങ്ങ് വരും. അമ്മേ, ഇവനെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമ്പോ 3-4 ദിവസം ഇവിടെ നിന്നിട്ട് ഞങ്ങൾ പോവൂ. അന്ന് നീ പറയും, അമ്മേ ഓഫീസിൽ നാളെ പോയേ പറ്റൂ, ആനയാണ് ചേനയാണെന്നൊക്കെ. എത്ര കാലം കൂടിയിട്ടാണ് എല്ലാരും കൂടി ഇങ്ങനെ ഒന്നിച്ചു വരുന്നേ? എന്നിട്ട് ഇങ്ങനെ ഓടുന്നോ? കഷ്ടമുണ്ട്. മുത്തശ്ശി, അവര് വേൾഡ് ടൂർ ഒക്കെ പോയിട്ട് വരട്ടെ. ഇനി മുത്തശ്ശിയുടെ വേൾഡിൽ ഞാനില്ലേ? അമ്മേ, അച്ഛൻ എവിടെ പോയി? അച്ഛൻ എവിടെയാ പോകുന്നതെന്നോ എപ്പോഴാ വരുന്നതെന്നോ പറയാറുണ്ടോ? ചോദിച്ചാൽ അറിയാലോ. എന്തെങ്കിലും കുറെ വേദാന്തം പറയും. ഗവേഷണവും പഠനവും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് നടക്കുക. കൊച്ചുരാമൻ കിടപ്പിലായതിൽ പിന്നെ പോക്കും വരവും ഒക്കെ അച്ഛൻ ഒറ്റയ്ക്കാ. കൊച്ചുരാമൻ എന്താ പറ്റി? പച്ചമരുന്ന് പറിക്കാനായിട്ട് കാട്ടിപ്പോയതാ. എന്തോ കണ്ടു ഭയന്നതാണെന്നാ പറയുന്നേ. ഇപ്പൊ മിണ്ടലും പറച്ചിലും ഒന്നും ഇല്ലാതെ മച്ചിലേക്ക് നോക്കി ഒരേ കടപ്പ. പാവം. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ചൂടാറും മുമ്പ് കഴിക്കാം. കഴിക്കുക, കഴിപ്പിക്കുക. അക്കാര്യത്തിൽ കേശവന് ഒരു പിഴവും വരില്ല. എല്ലാം ഈ വയറിന് വേണ്ടിയല്ലേ നമ്മൾ പാടുപെടുന്നു. മതി മതി, ശരിതാ വരാം. എണീക്കും മോനെ, വാ. മനുഷ്യനെ പഠിപ്പിക്കാൻ. ആ അമ്മേ, ഇങ്ങനെ നിൽക്കുന്നൊന്നും നോക്കണ്ട, മഹാവികൃതിയാണേ. പോടാ അവിടുന്ന്. ഈ പ്രായത്തിൽ നീയും ഇങ്ങനെ തന്നെ. എന്റെ അപ്പൂട്ടൻ പാവ. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓക്കെ മാം. അമ്മേ, പോയിട്ട് വരാം. ശരി മോളെ. ശരി കേശവേട്ടാ. അമ്മേ. അതി, ബൈ. ബൈ. ആ, കാർത്തുവാ. പോവാ. കൊച്ചുരാമൻ എങ്ങനെയുണ്ട്? ആ കിടപ്പ് തന്നെ. മോളെ,
മുത്തശ്ശിയമ്മ എപ്പോഴും പറയില്ലേ അപ്പൂട്ടൻ അപ്പൂട്ടന്റെ അച്ഛനും അമ്മയാ. പോട്ടെ. ശരി. എന്റെ അപ്പൂട്ടാ, എത്ര കാലായെന്നറിയോ അപ്പൂട്ടൻ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞു മുത്തശ്ശി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും വന്നുല്ലോ. എന്റെ ലച്ചു, നിന്റെ കൂട്ടുകാർക്കൊപ്പം അപ്പൂട്ടനെയും കൂടെ കൂട്ടി കളിച്ചും കഥ പറഞ്ഞും ഒക്കെ കൂട്ടിക്കൊണ്ട കേട്ടോ. വാ. ഇതാണ് രാമനാട്ടുകര. ഇവർ ഈ നാടിന്റെ പൊന്നോമനം. ചെറു ചട്ടമ്പികൾ എന്നും പറയാം. ഈ പുഴയോരമാണ് ഇവരുടെ കളിത്തട്ട്. വീറും വാശിയും നിറഞ്ഞ കളികൾക്കിടയ്ക്ക് കളിത്തട്ട് അങ്കത്തട്ടായി മാറുക പതിവാണ്. ഇവൻ ഗോപു, കുറുമ്പന്മാരുടെ ചട്ടമ്പിത്തരം. അവൻ എന്താഗ്രഹിച്ചോ അത് കിട്ടിയില്ലെങ്കിൽ തട്ടിയെടുക്കാനും കേമൻ. ഇത് ചത്തു. ആവശ്യത്തിനും അനാവശ്യത്തിനും ആരോടും ഏറ്റുമുട്ടാൻ ഇവൻ ഗോപുവിനൊപ്പം ഉണ്ടാവും. ഒരു കുഞ്ഞു കാന്താരിയാണ്. ഈ ഇരുവർ സംഘത്തിന്റെ എതിരാളികൾ പാവങ്ങളാണ്. കളിക്കളത്തിൽ കയ്യേറ്റത്തിനോ വാക്കേറ്റത്തിനോ ഇവരില്ല. എങ്കിലും കളിയിൽ തോറ്റാലും ജയിച്ചാലും തല്ലിപ്പിരിയുകയാണ് പതിവ്. ഇന്നത്തെ കളി എന്തിനാണാവോ? അയ്യോ പപ്പിക്കുട്ടി, എന്താ ആ നിൽക്കുന്ന ബിച്ചുവിന് പുഴക്കരയിന്ന് കിട്ടിയതാ പപ്പിക്കുട്ടിയെ. ആ ചന്തും കൂട്ടനും ഭയങ്കര സാധനങ്ങളാ. അതിന് അവർക്ക് വേണോന്ന് ആ തർക്കം തീർക്കാനാ ഈ കളി. ജയിക്കുന്നവർക്ക് പപ്പിക്കുട്ടിയെ കിട്ടും. എങ്ങോട്ടാ? Huh?